ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ചില പ്രോപ്പർട്ടീസ്, റാഷണൽ നമ്പേഴ്സിന്റെ ചില പ്രോപ്പർട്ടീസ് ആദ്യം, അത് കഴിഞ്ഞിട്ട് റാഷണൽ നമ്പേഴ്സിന്റെ. ഓക്കെ, നോക്കൂ. അസോസിയേറ്റീവ് ടു റാഷണൽ നമ്പേഴ്സ് ആർ അസോസിയേറ്റീവ് ടു അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. റാഷണൽ നമ്പേഴ്സ് അസോസിയേറ്റീവ് ടു അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, അത് ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാം. ഇവിടെ നോക്കൂ, ഏത് രീതിയിൽ അസോസിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ അസോസിയേറ്റീവ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 2+3+5 എന്നുള്ളത് ആദ്യം ഈ ഓപ്പറേഷൻ ചെയ്യുക, പിന്നീട് 2 ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ ആദ്യം 2+3 ചെയ്യുക, പിന്നെ 5 ആഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഏത് രീതിയിൽ ചെയ്താലും 2+3 5 ആണ്, 5+2 7 ആണ്, അല്ലെ? ഒന്നുകൂടി, ഐ എം സോറി, 3+5 8 ആണ്, 8+2 10 ആണ്. ഇങ്ങനെയാണ് പറയേണ്ടത്. 3+5 8 ആണ്. പാരന്തസിസിലുള്ളത് ആദ്യം ചെയ്യണം. 8 8 2 10. ഇവിടെയാണെങ്കിലോ 2+3 5 ആണ്, 5 5 10 ആണ്. അപ്പൊ രണ്ട് രീതിയിൽ ചെയ്താലും 10. അപ്പൊ ഏത് രീതിയിൽ ആഡ് ചെയ്യുന്നു എന്നുള്ളത്, അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അവിടെ വ്യത്യാസം വരുത്തുന്നില്ല. അപ്പൊ അസോസിയേറ്റീവ് ആണ്. അടുത്തത് നോക്കൂ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 2 × 3 × 5, 2 × 3 × 5. ആദ്യം നമ്മളിവിടെ 3 × 5 ചെയ്യുന്നു, 15, അല്ലെ? 15 × 2 30. ഇവിടെയോ 2 × 3 6, 6 5 30. അപ്പൊ ഏത് രീതിയിൽ അസോസിയേറ്റ് ചെയ്താലും നമുക്ക് റിസൾട്ടിൽ മാറ്റം ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റാഷണൽ നമ്പേഴ്സ് അസോസിയേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, നേരെ മറിച്ചിട്ട് സബ്ട്രാക്ഷനും ഡിവിഷനുമാണെന്ന് കരുതൂ, അവിടെ അത് നോൺ അസോസിയേറ്റീവ് ആണ്. ഏത് രീതിയിലാണ് നിങ്ങൾ ഓർഡർ ഓഫ് ഓപ്പറേഷൻ അതിനെ അനുസരിച്ചിട്ട് മാറാം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. നോക്കൂ, 4 - 2 - 2. ഇവിടെയോ 4 - 2 -2. നോക്കൂ, അപ്പൊ ഇവിടെ ആദ്യം 2 - 2 ഓപ്പറേറ്റ് ചെയ്തു, 0, അല്ലെ? അപ്പൊ 4 - 0 എന്താ? 4. മറുവശത്ത് നോക്കൂ, ആദ്യം 4 - 2 ഓപ്പറേറ്റ് ചെയ്തു, 2. 2 - 2 എത്രയാ? 0. അപ്പോ ഇങ്ങനെ എഴുതുന്നതും ഇങ്ങനെ എഴുതുന്നതും ഒരേ റിസൾട്ട് അല്ല തരുന്നത്. അപ്പൊ നോൺ അസോസിയേറ്റീവ് ആണ്, അല്ലെ? പറഞ്ഞ മനസ്സിലായില്ലേ? വീണ്ടും ഡിവിഷൻ ആണെന്ന് കരുതും. 10/5 ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് /2 ചെയ്യുക. ഇവിടെയോ 5/2 ആദ്യം ചെയ്യുക, ദെൻ ആ റിസൾട്ട് വെച്ചിട്ട് 10നെ ഡിവൈഡ് ചെയ്യുക, അല്ലെ? അപ്പൊ നോക്കൂ, ഇവിടെ 10/5 2, 2/2 1 എന്ന് കിട്ടും. മറുവശത്തോ ആദ്യം 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2.5 എന്ന് വരുന്നു. 10നെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. അപ്പൊ നോൺ അസോസിയേറ്റീവ് ആണ്. നമ്മൾ രണ്ട് രീതിയിൽ ചെയ്താലും ഒരേ മാതിരി കിട്ടുമെങ്കിൽ മാത്രമേ അസോസിയേറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർക്കുക, റേഷണൽ നമ്പേഴ്സ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് ആണ്, സബ്ട്രാക്ഷനും ഡിവിഷനും നോൺ അസോസിയേറ്റീവ് ആണ്. ഓക്കെ, ഇനി നമ്മൾ റേഷണൽ നമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂട്ടീവ് നേച്ചർ ചെക്ക് ചെയ്യാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയറിയോ? അഡീഷൻ സബ്ട്രാക്ഷൻ ഒരുമിച്ച് മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് നേച്ചർ നോക്കും. എഗെയിൻ അഡീഷൻ സബ്ട്രാക്ഷൻ ഡിവിഷനുമായിട്ട് വീണ്ടും നോക്കും. അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോടൊപ്പം, അഡീഷനോ സബ്ട്രാക്ഷനോ ഡിവിഷനോടൊപ്പം ഒരുമിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് നേച്ചർ ഓഫ് അഡീഷൻ സബ്ട്രാക്ഷൻ അലോങ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. നോക്കൂ, 5 × 3 ± 2 സമമാണ് 5 × 3 ± 5 × 2. ഇത് ശരിയാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്ക് അഡീഷൻ സൈൻ മാത്രം വെച്ചിട്ടുള്ളത് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ഇവിടെ പ്ലസ് സൈൻ മാത്രം നോക്കി ആദ്യം ഈ ഓപ്പറേഷൻ ചെയ്യണമല്ലോ. അപ്പൊ 3 + 2 5, അല്ലെ? 5 × 5 25. ഇതാ, മനസ്സിലായല്ലോ? ഇവിടെ 25 ആണ്. അപ്പൊ അവിടെയും ഡിസ്ട്രിബ്യൂഷൻ ശരിയാണെങ്കിൽ അവിടെ 25 കിട്ടും. 5 × 3 15, 5 × 2 10, ആഡ് ചെയ്യാം 25. അപ്പൊ അഡീഷൻ അലോങ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് റൂള് ശരിക്കും നടന്നു. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിൽ നടക്കുമെന്ന് നോക്കാം. ഇവിടെ ഓപ്പറേഷൻ ആദ്യം ചെയ്യുന്നത് 3 - 2 ആണ്. അപ്പൊ 1. 5 × 1 5 ആണ്, അല്ലെ? ഇവിടെയോ 5 × 3 15 തന്നെ, 5 × 2 10, സബ്ട്രാക്ട് ചെയ്താൽ 15 - 10 5.
രണ്ടിലും 5. അപ്പൊ നമുക്ക് മനസ്സിലായി അഡീഷൻ അലോങ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ അലോങ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സക്സസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അഡീഷൻ അലോങ് വിത്ത് ഡിവിഷൻ, സബ്ട്രാക്ഷൻ അലോങ് വിത്ത് ഡിവിഷൻ സക്സസ് ആണോ. സക്സസ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സക്സസ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഞാൻ എടുത്തു നോക്കൂ. 15 ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഓർ മൈനസ് 2, 15 ഡിവൈഡ് ബൈ 3 പ്ലസ് ഓർ മൈനസ് 2 സമമാണ് 15 ഡിവൈഡഡ് ബൈ 3 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് പ്ലസ് ഓർ മൈനസ് 15 ഡിവൈഡ് ബൈ 2. ശരിയാവുമോ നോക്കൂ. ഇതിൽ ആദ്യം നമുക്ക് അഡീഷൻ നോക്കാം. 3 പ്ലസ് 2 5, 15 ഡിവൈഡഡ് ബൈ 5 3 അല്ലേ? ശരിയല്ലേ? ഇനി ഇപ്പുറം നോക്കൂ. 15 ഡിവൈഡഡ് ബൈ 3 5, 15 ഡിവൈഡഡ് ബൈ 2 7.5. ആഡ് അഡീഷൻ പ്രോസസ് ആണ് നമ്മൾ നോക്കുന്നത്. 5 പ്ലസ് 7.5 12.5. ഇവിടെ 3, ഇവിടെ 12.5. അവിടെ സക്സസ് അല്ല, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സക്സസ് അല്ല. സബ്ട്രാക്ഷൻ ഇനി സക്സസ് ആണോ? 3 മൈനസ് 2 1 അല്ലെ? 3 മൈനസ് 2 1. 15 ഡിവൈഡഡ് ബൈ 1 15 എന്ന് കിട്ടും. മറുവശത്തും അങ്ങനെ തന്നെയാണോ? 15 ഡിവൈഡഡ് ബൈ 3 5 അല്ലെ? 15 ഡിവൈഡ് ബൈ 2 7.5 അല്ലെ? 5 മൈനസ് 7.5 മൈനസ് 2.5. ഇവിടെ 15 കിട്ടണ്ടപ്പോ മൈനസ് 2.5. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? നോൺ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. എന്തിന്? അഡീഷൻ അലോങ് വിത്ത് ഡിവിഷൻ ആയാലും സബ്ട്രാക്ഷൻ അലോങ് വിത്ത് ഡിവിഷൻ ആയാലും നോൺ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോ അതും കംപ്ലീറ്റ് ആയി. മൂന്നാമതായിട്ട് റേഷണൽ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണോ? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതിന് 4. നോക്കൂ, കമ്മ്യൂട്ടേറ്റീവ് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റിയാലും ഓപ്പറേഷന് സെയിം റിസൾട്ട് കിട്ടണം. ഇപ്പൊ 2 പ്ലസ് 3 3 പ്ലസ് 2 ആണോ? ആണ്. 2 പ്ലസ് 3 5, 3 പ്ലസ് 2 5. അപ്പോൾ ദേ ആർ കമ്മ്യൂട്ടബിൾ. അപ്പോൾ 2 5 കമ്മ്യൂട്ടേറ്റീവ് ആണ്. അഡീഷന് 2 × 3 3 × 2 ആണല്ലോ, 2 6 ആണല്ലോ. അപ്പൊ സിമ്പിൾ പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. കമ്മ്യൂട്ടേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷനുമാണ് റേഷണൽ നമ്പേഴ്സ്. നേരെ മറിച്ചിട്ട് സബ്ട്രാക്ഷനും ഡിവിഷനും ആണെന്ന് ആലോചിച്ച് നോക്കൂ. വളരെ സിമ്പിൾ ആണ്. 5 മൈനസ് 3 2, 3 മൈനസ് 5 മൈനസ് 2. 2 മൈനസ് 2 തുല്യമല്ല അല്ലെ? മാഗ്നിറ്റ്യൂഡ് തുല്യമാണെങ്കിലും സൈൻ സെയിം അല്ല, അതുകൊണ്ട് വാല്യൂസ് സെയിം അല്ല. അതുകൊണ്ട് നോൺ കമ്മ്യൂട്ടേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സബ്ട്രാക്ഷൻ ആണ്. 10 ഡിവൈഡ് ബൈ 5 2, 5 ഡിവൈഡഡ് ബൈ 10 അരയാണ്. 2 അല്ല, അര. അതുകൊണ്ട് നോൺ കമ്മ്യൂട്ടേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡിവിഷൻ ആൾസോ. അപ്പൊ ഇവിടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒരു ഫാമിലിയാണ്, കമ്മ്യൂട്ടേറ്റീവ് റിസൾട്ട് തരും. നേരെ മറിച്ചിട്ട് സബ്ട്രാക്ഷനും ഡിവിഷനും മറ്റേ ഫാമിലിയാണ്, നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്. പറഞ്ഞ മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കൂ. 2ഉം 3ഉം കൂട്ടിയ 5 കിട്ടി. 2 × 3 6 കിട്ടി. 3 മൈനസ് 2 1 കിട്ടി. 10 ഡിവൈഡ് ബൈ 2 5 കിട്ടി. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാല്, നമ്മൾ റേഷണൽ നമ്പേഴ്സ് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എന്നീ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സും റേഷണൽ നമ്പേഴ്സ് തന്നെയായിരിക്കും. ഇതിൽ ഡിവിഷനിൽ മാത്രം ഡിവൈഡ് ബൈ 0 ആവാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ കൂടിയുണ്ട്. കാരണം അത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. അപ്പൊ അത് ഒഴിച്ചു നിർത്തിയാൽ റേഷണൽ നമ്പേഴ്സ് ഓപ്പറേറ്റ് ചെയ്താൽ ഈ 4 ഓപ്പറേഷനിലും റിസൾട്ടഡ് നമ്പേഴ്സും റിസൾട്ട്സും റേഷണൽ നമ്പേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. പറഞ്ഞ ക്ലോസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസും റിസൾട്ടായി കിട്ടുന്ന വാല്യൂസും എല്ലാം തന്നെ റേഷണൽ നമ്പർ സെറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് വി സേ ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് ഓപ്പറേഷൻ. വിതിൻ ദ സിസ്റ്റം തന്നെയായിരിക്കും റിസൾട്ടും. അപ്പൊ അത് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു, അങ്ങനെയാണ് പറയുക, ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇറേഷണൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടിയിലേക്ക് കിടക്കാം. അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അസോസിയേറ്റീവ് നേച്ചർ ആണ്.
അത് വിത്ത് റെസ്പെക്ട് ടു അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒരുമിച്ച് നോക്കും, സബ്ട്രാക്ഷനും ഡിവിഷനും വീണ്ടും ഒരുമിച്ച് നോക്കും. നോക്കൂ, ഇപ്പം നമുക്ക് അഡീഷൻ ആണെന്ന് കരുതും. √2 ആദ്യം √3യും √5ഉം ആഡ് ചെയ്യുക, എന്നിട്ട് പിന്നീട് അതിനോട് √2 ആഡ് ചെയ്യുക. അല്ലെങ്കിൽ √2ഉം √3യും ആദ്യം ആഡ് ചെയ്യുക, ആ കിട്ടിയ റിസൾട്ടിനോട് √5 ആഡ് ചെയ്യുക. ഇത് രണ്ട് ചെയ്താലും ഒരേ റിസൾട്ടാണ് കിട്ടുക. അതുകൊണ്ട് ഇറ്റ് ഈസ് അസോസിയേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അതിന്റെ എവിഡൻസ് ഒന്നും കാണിച്ചിട്ടില്ല, മറ്റേതുമാതിരി അത്ര ലളിതമല്ലല്ലോ, അതുകൊണ്ട് അത് കാണിച്ചിട്ടില്ല. ഇനി √2ന് √3 × √5 കൊണ്ട് ആദ്യം √3 × √5 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിനെ √2 കൊണ്ട് ഗുണിക്കുക. അതല്ലെങ്കിൽ √2 × √3 ആദ്യം ചെയ്യുക, കിട്ടിയ റിസൾട്ടിനെ √5 കൊണ്ട് ഗുണിക്കുക. രണ്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരേ റിസൾട്ടാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അസോസിയേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ ആണ് റേഷണൽ നമ്പേഴ്സ്, അല്ലെ? ഇനി നേരെ മറിച്ചിട്ട് സബ്ട്രാക്ഷൻ ആണെന്ന് കരുതൂ. √5 മൈനസ് √3 മൈനസ് √2 ആദ്യം ചെയ്തിട്ട് അതിന് √5 സബ്ട്രാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ √5 നിന്ന് √3 ആദ്യം സബ്ട്രാക്ട് ചെയ്തിട്ട് √2 പിന്നീട് സബ്ട്രാക്ട് ചെയ്യുക. രണ്ടിലും റിസൾട്ട് സെയിം ആയിരിക്കില്ല. അതുകൊണ്ട് നോൺ അസോസിയേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സബ്ട്രാക്ഷൻ ആണ്. അതേ ആർഗ്യുമെന്റ് പ്രകാരം നമുക്ക് ആദ്യം √3യെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് √10നെ ഡിവൈഡ് ചെയ്യുക, അത് ഫസ്റ്റ് വേ. അതല്ലെങ്കിൽ √10നെ √3 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടിനെ √2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. രണ്ടിലെ റിസൾട്ട് സെയിം ആയിരിക്കില്ല. അതുകൊണ്ട് നോൺ അസോസിയേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡിവിഷൻ ആൾസോ. അപ്പോൾ ഈ കാര്യത്തിൽ പെരുമാറുന്നത് റാഷണൽ സംഖ്യകളുടെ മാതിരി തന്നെയാണ്. അത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും രണ്ടും അസോസിയേറ്റീവ് ആണ്. ഡിവിഷനും സബ്ട്രാക്ഷനും രണ്ടും നോൺ അസോസിയേറ്റീവ് ആണ്. രണ്ടിലും ഒരേപോലെയാണെന്ന് ഓർക്കുക. ഇനി നമ്മൾ ഇറിവേഴ്സിബിൾ നമ്പർ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒബ്സർവ് ചെയ്യണ്ടോ നോക്കാം. നോക്കൂ, √2 ബ്രാക്കറ്റിന്റെ അകത്ത് √5 പ്ലസ് ഓർ മൈനസ് √3. ഇത് മൾട്ടിപ്ലിക്കേഷൻ വേഴ്സസ് അഡീഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ √2 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് √5 പ്ലസ് √3 സമമാണ് √2 ഇൻറ്റു √5 പ്ലസ് √2 ഇൻറ്റു √3. അത് ശരിയാവും. എഗെയിൻ സബ്ട്രാക്ഷൻ അലോങ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ √2 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് √5 മൈനസ് √3 ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു √5 മൈനസ് √2 ഇൻറ്റു √3. അതും ശരിയാവും. അപ്പൊ നമുക്ക് പറയാം റേഷണൽ നമ്പേഴ്സിന്റെ മാതിരി തന്നെ ഇറേഷണൽ നമ്പേഴ്സും അഡീഷൻ സബ്ട്രാക്ഷൻ അലോങ് വിത്ത് മൾട്ടിപ്ലിക്കേഷന് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒബേ ചെയ്യും. ഓക്കെ, എന്നാൽ ഡിവിഷൻ അലോങ് വിത്ത് അഡീഷൻ സബ്ട്രാക്ഷൻ ഒബേ ചെയ്യില്ല. ഉദാഹരണം നോക്കൂ, 10 ഡിവൈഡഡ് ബൈ √5 പ്ലസ് ഓർ മൈനസ് √3 നോട്ട് ഈക്വൽ ടു നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം √10 ഡിവൈഡഡ് ബൈ √5 പ്ലസ് ഓർ മൈനസ് √10 ഡിവൈഡഡ് ബൈ √3. പറഞ്ഞ മനസ്സിലായല്ലോ? √10 ഡിവൈഡഡ് ബൈ √3. ഇത് പ്ലസ് വെച്ചിട്ട് ചെയ്താലും മൈനസ് വെച്ചിട്ട് ചെയ്താലും രണ്ടിലും തെറ്റും. അതുകൊണ്ട് നോൺ ഡിസ്ട്രിബ്യൂട്ടീവ് with respect to addition subtraction carried along with the division. അവിടെ അത് നോൺ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ആ ലോ ഒബേ ചെയ്യില്ല. ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. നേരത്തെ അഡീഷൻ സബ്ട്രാക്ഷൻ റാഷണൽ ഡിജിറ്റ്സ് നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞു, ഇവിടെ അത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ലോ മാത്രം സ്റ്റേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, അവസാനമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് ലോ ആണെന്ന് നോക്കൂ. √2 പ്ലസ് √3 ഈക്വൽ ടു √3 പ്ലസ് √2 ആണ്. അതേമാതിരി √2 ഇൻറ്റു √3 ഇൻറ്റു √2 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇറേഷണൽ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് വിത്ത് റെസ്പെക്ട് ബോത്ത് ടു അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, അല്ലെ? കമ്മ്യൂട്ടേറ്റീവ് ആണ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. നേരെ മറിച്ചിട്ട് √3 മൈനസ് √2 നോട്ട് ഈക്വൽ ടു √2 മൈനസ് √3 ആണ്. √3 ഡിവൈഡഡ് ബൈ √2 നോട്ട് ഈക്വൽ ടു √2 ഡിവൈഡ് ബൈ √3 ആണ്. എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂട്ടേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ, നോട്ട്
നോൺ കമ്മ്യൂട്ടേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ ആണ്. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അവസാനം നോക്കൂ, √2 പ്ലസ് √3 അത് നേരിട്ടിട്ട് നമുക്ക് 1.414 1.732 എന്ന് അറിയാം. അത് രണ്ടും നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ആണ്. നമുക്ക് വേണമെങ്കിൽ അത് എഴുതി കൂട്ടാം. ആ കൂട്ടി കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ആയിരിക്കും. എല്ലാ സംഖ്യയും ഫസ്റ്റ് ഡെസിമലിനോട് ഫസ്റ്റ് ഡെസിമൽ, സെക്കൻഡ് ഡെസിമലിനോട് സെക്കൻഡ്, തേർഡ് അങ്ങനെ കൂട്ടിപ്പോയാൽ കിട്ടുന്നതും എന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഇവിടെ നമ്മളത് കാണിച്ചിട്ടില്ല. √2 പ്ലസ് √3 ഒരു റേഷണൽ നമ്പർ ആയിരിക്കും. നേരെ മറിച്ചിട്ട് √2 പ്ലസ് മൈനസ് √2 ആണെങ്കിലോ 0 ഒരു റേഷണൽ നമ്പർ ആണ്. അപ്പോ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, റേഷണൽ നമ്പേഴ്സ് ഇറേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഓപ്പറേഷൻ ഓഫ് അഡീഷൻ. നോട്ട് ഓൾവേസ് ക്ലോസ്ഡ്. ചിലപ്പോൾ ക്ലോസ്ഡ് ആവാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. കാരണം ചിലപ്പോൾ അത് റേഷണൽ നമ്പർ തന്നെ ആകാം, ചിലപ്പോൾ അത് റേഷണൽ നമ്പറായി മാറാം. അപ്പൊ ഇവിടെ അത് റേഷണൽ നമ്പേഴ്സിന്റെ അല്ല, റേഷണൽ നമ്പർ രണ്ടെണ്ണം ആഡ് ചെയ്താൽ എപ്പോഴും റേഷണൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് അവിടെ അത് ക്ലോസ്ഡ് ആണ്. ഇവിടെ ചില കേസിൽ ക്ലോസ്ഡ് ആണെങ്കിൽ ചിലതിലല്ല. അതേമാതിരി മൾട്ടിപ്ലിക്കേഷൻ നോക്കൂ, √2 × √3 √6 റേഷണൽ നമ്പർ ആണ്. അപ്പൊ ആ ഓപ്പറേഷനിൽ അത് ക്ലോസ്ഡ് ആയിട്ടാണ് പെരുമാറുന്നത്. എന്നാൽ √2 × √2 എന്താ? 2 ആണ്. √2 × 0 എന്താ? 0 ആണ്. √2 × √8 എന്താ? √16 ആണ്, 4 ആണ്. അപ്പൊ ഇവിടെ എല്ലാത്തിലും നമുക്ക് റേഷണൽ നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. അവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നോട്ട് ഓൾവേസ് ക്ലോസ്ഡ് അല്ലെ? ഇറേഷണലിൽ നിന്ന് മൾട്ടിപ്ലിക്കേഷൻ ഇത് ഇറേഷണൽ തന്നെയല്ല കിട്ടുന്നത്. അതുകൊണ്ട് നോട്ട് ഓൾവേസ് ക്ലോസ്ഡ്. വീണ്ടും സബ്ട്രാക്ഷൻ ആണെന്ന് കരുതൂ. √3 - √2 ഞാൻ ഇവിടെ പറഞ്ഞ മാതിരിയാണ്. സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് അനദർ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് റിസൾട്ട് കിട്ടും. അതുകൊണ്ട് റേഷണൽ ആണ്. നേരെ മറിച്ച് √3 - √3 0 റേഷണൽ ആണ്. അപ്പൊ എഗെയിൻ നോട്ട് ഓൾവേസ് ക്ലോസ്ഡ് ആണ് അല്ലെ? അവസാനം ഡിവിഷൻ √6/√2 √3 ആണ്. അത് റേഷണൽ ആണെന്ന് നമുക്ക് ആരും പറഞ്ഞു തരണ്ട. നേരെ മറിച്ച് √8/√2 ആണെങ്കിൽ ആ √4 ആണ്, അത് 2 ആണ്, റേഷണൽ ആണ്. അപ്പൊ ഈ 4 കേസിലും ഡിവിഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും അഡീഷൻ ആണെങ്കിലും നമുക്ക് പറയാം, unlike rational number case where it is always closed, here it is not always closed. It depends upon the values we operate with. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ അതും നമുക്ക് മനസ്സിലായി. ഓക്കെ, കൺക്ലൂഡ് ചെയ്യാണ്. നോക്കൂ, റേഷണൽ നമ്പേഴ്സ് ഇറേഷണൽ നമ്പേഴ്സ്. ഓക്കെ, റേഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറേഷണൽ നമ്പേഴ്സ് ശ്രദ്ധിച്ചിരിക്കുക. അസോസിയേറ്റീവ് ഫോർ നമ്മൾ കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ഒന്ന് സമ്മപ്പ് ചെയ്യാണ്. അസോസിയേറ്റീവ് ഫോർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, നോൺ അസോസിയേറ്റീവ് ഫോർ സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ. സെയിം ഓൺ ദി അതർ സൈഡ്, ഡു, ഡിറ്റോ, സോ സെയിം. മൂന്നിലും ഡിറ്റോ ആണ്, അതാണ് ഓർക്കേണ്ട കാര്യം. Distributive for multiplication along with addition and subtraction, addition or subtraction, but non-distributive for division along with the addition or subtraction. ഒന്നുകൂടി വായിക്കാം. Distributive for multiplication carried along with the addition or subtraction, but non-distributive for division along with the addition or subtraction. ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ലാസ്റ്റ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് ഫോർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, നോൺ കമ്മ്യൂട്ടേറ്റീവ് ഫോർ സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ. അല്ല, തിരിച്ചു മറിച്ച് വിട്ടാൽ ഒരേ റിസൾട്ട് കിട്ടും. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആണെങ്കിൽ മറ്റേത് രണ്ടിനും കിട്ടില്ല. അതും അവിടെ സെയിം ആണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞ, റേഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ക്ലോസ്ഡ് ആണ്. റിസൾട്ട് ഒക്കെ റേഷണൽ തന്നെയായിരിക്കും. എന്നാൽ നോട്ട് ഓൾവേസ് ക്ലോസ്ഡ് ഫോർ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. കാരണം ചിലപ്പോൾ റിസൾട്ട് ഇറേഷണൽ തന്നെയാകാം, ചിലപ്പോൾ അത് റേഷണലും ആകാം. അതുകൊണ്ടാണ് നോട്ട് ഓൾവേസ് ക്ലോസ്ഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ഓക്കെ.